വാർത്തകളിലേക്ക് വിശദമായി പോകാം. അതിനു മുമ്പ് പതിവ് പോലെ റിപ്പോർട്ടേഴ്സ് വ്യൂവിൽ നമ്മുടെ രണ്ട് റിപ്പോർട്ടർമാർ ചേരുകയാണ്. എം ബിജുശങ്കർ, ഉമർ മായനാട്, രണ്ടുപേർക്കും സ്വാഗതം. ബിജു, ഇന്നിപ്പം കേരളയാത്രയുടെ 15ാമത്തെ സ്വീകരണ സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടിയാണ് കേരളയാത്രയുള്ളത്. ഈ 15ാമത്തെ സ്വീകരണ സമ്മേളന വേദിയിൽ, അതായത് നമ്മളിപ്പോൾ ഉള്ളത് കായംകുളത്തെ വേദിയിലാണ്. കായംകുളത്തെ വേദിയിൽ ഒരു പ്രസക്തമായ പരിപാടി നടന്നു. അത് കാന്തപുരം ഉസ്താദിന് ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം സമ്മാനിക്കുന്ന ചടങ്ങായിരുന്നു. എങ്ങനെയാണ് ആ ഒരു അവാർഡിന് ഉസ്താദ് അർഹനാകുന്നത്? എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്? തീർച്ചയായും ഏറ്റവും സവിശേഷമായ ഒരു മുഹൂർത്തമായിരുന്നു ഇന്ന്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള പുരസ്കാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് സമർപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അർഹനായ ഒരാളുടെ കൈവശമാണ് ആ പുരസ്കാരം എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ശ്രീനാരായണ ഗുരുവിടെ അദ്ദേഹത്തിൻ്റെ അനുകമ്പ ദശകത്തിൽ നബിയെക്കുറിച്ച് വളരെ സവിശേഷമായി വർണ്ണിച്ചിട്ടുണ്ട്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, കാരുണ്യവാൻ നബി മണി മുത്തുരത്നമോ, അത്തരത്തിലാണ് നബിയെക്കുറിച്ച് ശ്രീനാരായണ ഗുരു വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സമീപകാലത്ത് നമുക്ക് ഏറ്റവും മാനുഷികമായി ഉയർത്തിക്കാട്ടാവുന്ന ഒരു വ്യക്തിത്വമാണ് ഗുരുശ്രേഷ്ഠനായിട്ടുള്ള നമ്മളുടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ കൈവശം ഈ പുരസ്കാരം എത്തിക്കുക എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മ പാരമ്പര്യത്തിൽ തന്നെ ചേർന്ന ഏറ്റവും അനുകൂലമായ ഒരു പുരസ്കാരമായിട്ട് വേണം അതിനെ കാണാൻ. മനുഷ്യനെക്കുറിച്ച്, ജാതിഭേദത്തെക്കുറിച്ച് ഒക്കെ തന്നെ വളരെ കൃത്യമായ സന്ദേശം നമ്മുടെ സമൂഹത്തിൽ, അത് ഏത് കാലത്താണ് മനുഷ്യൻ പട്ടിയും പൂച്ചയും നടന്നു പോകുന്ന വഴികളിൽ മനുഷ്യർക്ക് നടക്കാൻ കഴിയാതിരുന്ന കാലത്ത് ജാതിക്കും മതത്തിനുമെതിരായ, ജാതിയുടെ വിദ്വേഷത്തിനെതിരായ അതിശക്തമായ പ്രക്ഷോഭം അഴിച്ചുവിട്ട, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞിട്ട് ഏറ്റവും അടിച്ചമർത്തപ്പെട്ട മനുഷ്യന് വേണ്ടി സ്വന്തം ദൈവത്തെ പ്രതിഷ്ഠിച്ച ആ മഹാനുഭാവന്റെ പേരുള്ള പുരസ്കാരമാണ് അത്. നമ്മൾ ജനാധിപത്യവും മതേതരത്വവും ചർച്ച ചെയ്യപ്പെടുന്ന, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് ഈ പുരസ്കാരം ഏറ്റവും വലിയൊരു അംഗീകാരവും ഏറ്റവും അർഹമായ കാര്യങ്ങളിൽ അത് എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഈ യോഗത്തിന്റെയും വർത്തമാന കാലത്തിന്റെയും ഏറ്റവും വലിയ സവിശേഷതയായി ഇരിക്കുന്നത്. അതായത് ഉസ്താദിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മനുഷ്യരോടുള്ള ഉസ്താദിന്റെ അനുകമ്പയ്ക്കും മനുഷ്യർക്കൊപ്പം വേണ്ടിയുള്ള ഉസ്താദിന്റെ ശ്രമങ്ങൾക്കൊക്കെ നൽകുന്ന ഒരു വലിയ പുരസ്കാരമായി. എത്രയോ പുരസ്കാരങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള പുരസ്കാരങ്ങൾ എത്രയോ തവണ ലഭിച്ചിട്ടുള്ള കരങ്ങളാണത്. മലേഷ്യ എന്ന രാജ്യം തന്നെ രാജ്യത്തിന്റെ ഔദ്യോഗിക പുരസ്കാരം, അത്രയും പുരസ്കാരങ്ങൾ വാങ്ങിയിട്ടുള്ള കരത്തിൽ ഈ ഒരു പുരസ്കാരം കൂടി ലഭിക്കുമ്പോൾ ആ പുരസ്കാരങ്ങൾക്കും ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക പുരസ്കാരം കിട്ടുക അവിടുത്തെ എന്ന് പറഞ്ഞാൽ അത് വളരെ സവിശേഷമായ കാര്യങ്ങളാണ്. അപ്പൊ അത്രയും സവിശേഷമായ കരങ്ങളിലാണ് ഈ പുരസ്കാരം എത്തുന്നത് എന്ന് പറയുമ്പോൾ പുരസ്കാരത്തിന്റെ മേന്മ ഉയരുന്നു, അത് സ്വീകരിക്കുന്ന ആളുടെ മേന്മ ഉയരുന്നു എന്നുള്ള യഥാർത്ഥത്തിൽ ഒരു നൊബേൽ സമാധാന പുരസ്കാരം ലഭിക്കാൻ മാത്രമുള്ള അംഗീകാരങ്ങൾ തന്നെ ഉസ്താദിന് ഉണ്ട്. തീർച്ചയായും ഇതൊക്കെ പരിഗണിക്കുമ്പോൾ, ഇത്രയും കാലത്തെ ജീവിതം പരിഗണിക്കുമ്പോൾ, നടത്തിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിഗണിക്കുമ്പോൾ, മാനുഷിക പ്രവർത്തനങ്ങൾ പരിഗണിക്കുമ്പോൾ ഒക്കെ തന്നെ ഏത് പുരസ്കാരം നൽകിയാലും അതൊന്നും മതിയാവാത്ത തരത്തിലുള്ള ഒരു സാധ്യതയാണ്. നമ്മള് ജാഥയിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ മഹത്വമൊക്കെ നമ്മൾ അറിയുന്നത് എന്നുള്ളതാണ്. അതിന് അല്ലെങ്കിൽ പലപ്പോഴും അറിയാതെ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ളതാണ്. അപ്പം നമ്മള് ഇപ്പം ജനുവരി 1 പുതുവർഷ പുലരിയിൽ കാസർകോട്ട് നിന്ന് ആരംഭിച്ച പ്രയാണമാണ് ഉള്ളാൾ ദർഗയിൽ സിയാറത്ത് ചെയ്ത് തുടങ്ങിയ ഒരു മഹത്തായ യാത്ര. അത് കേരളത്തിലേക്ക് വലിയ ചില സന്ദേശങ്ങൾ നൽകുകയാണ് മനുഷ്യർക്കൊപ്പം. അത് ഈ ഒരു 15 സ്വീകരണ വേദികൾ അവസാനിക്കുകയാണ്. ആ 15 സ്വീകരണ വേദികളിലും അതിൻ്റെ മഹത്വം വളരെ വലിയ തോതിൽ മുഴങ്ങിക്കേട്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഇത്രയും ദിവസത്തെ ഒരു പര്യടനം ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പം വെള്ളിയാഴ്ച സമാപന സമ്മേളനം നടക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നടക്കുന്നു. എന്താണ് അതിനെക്കുറിച്ച് ഉമർ കണ്ടെത്തിയ വിവരങ്ങൾ? 17 സ്വീകരണങ്ങൾ ഇന്ന് നമ്മൾ 15 അവസാനിച്ചു. മൊത്തം 17 സ്വീകരണങ്ങൾ. അപ്പോൾ ഈ സമാപന സംഗമത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തിരുവനന്തപുരത്ത് വളരെ സജീവമായിട്ട് നടക്കുകയാണ്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ് സമാപനം. അതിന്റെ നമുക്കറിയാം, ഇപ്പോ ഈ ജാഥയിലൊക്കെ ഈ റാലിയിൽ സെന്റിനറി ഗാർഡിന്റെ ആ ഒരു പ്രകടനം മികച്ചതാണ്. ഈ ഒരു ഗാർഡിന്റെ ഒരു സംഗമം കൂടിയാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരം പാളയത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ സെന്റിനറി ഗാർഡിനെ കൂടി കൂട്ടിയിട്ടുള്ള ആ റാലി നമ്മളെ പുത്തരിക്കണ്ടത്ത് സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്, കർണാടകയിലെ നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ,
പിന്നെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, അങ്ങനെ തുടങ്ങി പ്രമുഖരായ കുറേ പ്രമുഖരായിട്ടുള്ള VIP മത സാമൂഹിക ആളുകൾ രാഷ്ട്രീയ രംഗത്തുള്ള ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയാവുന്ന വേറൊരു ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. 1000 കുട്ടികളെ, ഓട്ടിസവും സെറിബ്രൽ പൾസും ബാധിച്ച 1000 കുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു പദ്ധതി, വലിയൊരു പദ്ധതി ഇതിൽ നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനമാണ് അതില് റിഫൈ കെയർ എന്ന ഒരു വലിയൊരു പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. അത് ഏറ്റെടുത്ത് ചെയ്യുന്നത് ഗൾഫിലെ ICF സംഘടനയുടെ പ്രവാസി ഘടകം. സംഘടന പ്രവാസി ഘടകം. ഇത്രയാണ് അതേക്കുറിച്ചുള്ള ഇപ്പോഴുള്ള വിവരങ്ങൾ. ഓക്കെ ബിജു, അപ്പം ഇന്ന് ഇപ്പം നമ്മൾ ഉസ്താദിന് ഈ ഒരു സാഹോദര്യ പുരസ്കാരം നൽകിയ വിവരം അത് നമ്മൾ പങ്കുവച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് വളരെ സവിശേഷമായ ഒരു കാഴ്ച കൂടി നമ്മൾ തിരുവല്ലയിൽ കണ്ടു. വലിയ സാമുദായിക നേതാക്കൾ, അതായത് ഇസ്ലാം അന്യ മതസ്ഥരായിട്ടുള്ള നേതാക്കൾ വന്ന് ഉസ്താദിനെ കാത്തിരിക്കുന്നു, ഉസ്താദിനെ സ്വീകരിക്കുന്നു. മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് തന്നെ നേരിട്ട് വന്നു. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഇന്നിപ്പോൾ ഇന്നത്തെ സ്വീകരണം വളരെ സവിശേഷമായിരുന്നു. പത്തനംതിട്ടയിലെ ജില്ലയിലേക്കുള്ള സ്വീകരണം പത്തനംതിട്ട അതിർത്തിയിൽ ഇതര മതസ്ഥരായിട്ടുള്ള മത നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് സവിശേഷമായിരുന്നു. അത് പറഞ്ഞത് അവരിങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു, ഉസ്താദ് വരുമ്പോൾ ഉസ്താദിനെ സ്വീകരിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും, ഞങ്ങളുടെ സാന്നിധ്യം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ അവിടുത്തെ മഠാധിപതി, ശ്രീരാമകൃഷ്ണ മഠത്തിൽ മഠാധിപതി ഒക്കെ ആ സ്ഥലത്ത് വരികയും സ്വീകരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പല ജില്ലകളിലും സ്വീകരണം കണ്ടിട്ടുണ്ടെങ്കിലും പത്തനംതിട്ടയുടെ ഒരു സവിശേഷമായ ഒരു സ്വീകരണമായിട്ട് നമുക്കത് അനുഭവപ്പെടുകയായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ സൗഹാർദ്ദവും, കാരണം ന്യൂനപക്ഷ മതങ്ങൾ ഇസ്ലാം മതത്തെ പോലെ തന്നെ ക്രൈസ്തവരുടെയും ന്യൂനപക്ഷ മതങ്ങളാണെങ്കിൽ അവരുടെയും വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അപ്പോൾ അവർ ഒരു ക്രൈസ്തവ മത മേധാധ്യക്ഷൻ എങ്ങനെയാണ് ഒരു ഇസ്ലാം മത നേതാവിനോട് ആദരവ് പൂർണ്ണമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്വീകരണ പരിപാടിയായിരുന്നു അത്. അതുപോലെ തന്നെ സ്വാമി ഇന്ന് മൗനവ്രതം ആചരിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിയാണ്. എന്നിട്ട് പോലും സാധാരണഗതിയിൽ പുറത്തിറങ്ങാത്ത, അതുകൊണ്ടാണ് നമ്മള് മെത്രാപ്പൊലീത്തയുടെ ഇന്റർവ്യൂ നമ്മൾ എടുക്കുമ്പോൾ സ്വാമി ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ആദ്യം തന്നെ പറഞ്ഞു ഞാൻ സംസാരിക്കില്ല സ്വാമിയുടെ കൂടെ. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ കാണുന്ന പ്രേക്ഷകർ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, മെത്രാപ്പൊലീത്തയുടെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, സ്വാമിയുടെ അടുത്ത് എന്തുകൊണ്ട് ചോദിച്ചില്ല. അദ്ദേഹം മൗനവ്രതത്തിലായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് സാധാരണഗതിയിൽ ഈ വ്രതമുള്ള ദിവസങ്ങളിൽ പുറത്തിറങ്ങാറില്ല എന്നാണ്. കാന്തപുരം ഉസ്താദ് വരുന്നത് കൊണ്ട് അദ്ദേഹം വേറെ കാര്യം പറഞ്ഞു, ഈ കാന്തപുരം ഉസ്താദ് ഒരു അത്ഭുത മനുഷ്യനാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതുതന്നെ ആർച്ച് ബിഷപ്പ് വളരെ വൈകാരികമായിട്ടാണ് ആ നിമിഷങ്ങൾ പങ്കിട്ടത്. കാരണം അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ലായിരുന്നു. അദ്ദേഹം അത്രയേറെ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് നേരിട്ട് കാണാനും സംസാരിക്കാനും കിട്ടിയ അവസരം അങ്ങേയറ്റം ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരം തുടങ്ങിയത്. അപ്പോൾ ഓക്കെ, നമുക്ക് വിശദമായിട്ട് വാർത്തകളിലേക്ക് പോവാം. രണ്ടുപേർക്കും നന്ദി. അപ്പോൾ വാർത്തകൾ വിശദമായിട്ട് നോക്കാം. waytonikah.com, the exclusive Muslim matrimonial site.